എന്താ എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടാ. അപ്പോൾ ഇന്ന് നമ്മൾ കിച്ചണിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസാണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തണത്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും കൂടി തരണേ. എൻ്റെ പേര് സിമി എന്നാണ്. ഞാൻ ഇവിടെ ഗുരുവായൂരാണ് താമസിക്കുന്നത്. അപ്പോൾ അധികം ക്ലീനിങ്ങിൻ്റെയും കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഇതൊരു വുഡിൻ്റെ ചെറിയ ടൈപ്പ് സ്റ്റാൻഡാണ് കേട്ടോ. ഞാനിത് കറക്റ്റായിട്ട് എൻ്റെ ഈ ഒരു ഷെൽഫിൻ്റെ ഉള്ളിലേക്ക് പാകാവെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത്. നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിരുന്നില്ല. പിന്നെ എനിക്കത് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ട കാരണം പിന്നെ ഞാനത് തിരിച്ചു കൊടുത്തില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ ഞാൻ എൻ്റെ കയ്യിലുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ട് ഗ്ലാസ്സുകളും അങ്ങനെ ഓരോന്നൊക്കെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ശരിക്കും ഞാനിതേ ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ആ 12 പാത്രങ്ങളില്ലേ, അത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. പക്ഷേ വാങ്ങിച്ച് കഴിഞ്ഞത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വലിപ്പം അങ്ങോട്ട് എത്തില്ല എന്ന്. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക, ഞാൻ മാറ്റി കൊടുത്തില്ല. ഇതിപ്പോൾ വെച്ചിട്ടുള്ള സെറ്റപ്പ് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. അത് പൈസ കൊടുത്ത് വാങ്ങിച്ചതൊന്നുമല്ല, അതിൻ്റെ ഒരു ഐഡിയയ്ക്ക് ഞാൻ ചെയ്തതാണ്. എല്ലാതും ഒരുമിച്ച് നമുക്ക് എടുക്കാൻ എളുപ്പത്തിൽ വേണ്ടിയിട്ട് എന്താ പറയുക, നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റണ ഒരു സൂത്രപ്പണി ചെയ്തിട്ട് വെച്ചെടുക്കണതാണ് കേട്ടോ. അത് ഒരു ചെറിയൊരു ടൈലിൻ്റെ പീസ് വെച്ചിട്ട് അതിൻ്റെ മീതെയാണ് കേട്ടോ അത് വെച്ചേക്കണത്. പക്ഷേ ഈ പാത്രങ്ങളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ ഇരിക്കണമെന്നൊന്നും കാണില്ല. പിന്നെ നമുക്ക് എല്ലാതും ആവശ്യത്തിനനുസരിച്ച് എടുക്കാനും വെക്കാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ ഇത് ഇതിലേക്ക് കറക്റ്റായിട്ട് ഈ 12 പാത്രങ്ങൾ കറക്റ്റായിട്ട് ഇരിക്കണമുണ്ട് കേട്ടോ എൻ്റെ ഈ കബോർഡിൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു സംഭവം സെറ്റാവുന്നത് വരെ ഞാൻ ഇങ്ങനെയായിരിക്കും വെക്കുക. ഇതിപ്പോൾ ഒന്നും പുറത്തേക്ക് കാണുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചത് എങ്ങനെ ഇരിക്കണമെന്നൊന്നും ഒരാൾ വന്നാൽ കിച്ചണിൽ വന്ന് കണ്ടിട്ട് വെച്ചെങ്കിൽ മനസ്സിലാവുന്നില്ല. അപ്പോൾ തൽക്കാലം ഇങ്ങനെ പോട്ടെ വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് വെച്ചെടുക്കണത് കേട്ടോ. എപ്പോഴും നമുക്കിപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് തന്നെ വെക്കണമെന്നൊന്നുമില്ല. ഇങ്ങനെ നമ്മളെ എന്തെങ്കിലും ഐഡിയയിലൊക്കെ ചെയ്യട്ടെ, അങ്ങനെ പലരും ചെയ്യണമുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ അവിടെ സെറ്റായിട്ടിരിക്കട്ടെ അല്ലേ. ഇനി അടുത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇതൊരു കിച്ചൺ റാക്കാണ് കേട്ടോ, സ്റ്റീലിൻ്റെ. ഇത് 2 എണ്ണമായിട്ട് ഒരുമിച്ചാണ് കിട്ടണത്, ഒറ്റയ്ക്കല്ല. ഇത് നമുക്ക് കിച്ചണിൽ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ഓരോ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ അടിയിലും മുകളിലും ഒക്കെ ആയിട്ട് നമുക്ക് സാധനങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഭരണി, അതേപോലെ ചില്ലിൻ്റെ മൂടിയുള്ള പാത്രം ഒക്കെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. മീതെ ഒരു ചെറിയ ഭരണി മീതെയും വെച്ചിട്ടുണ്ട്. ഒക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് വെക്കാം സാധനങ്ങൾ. എന്തായാലും നല്ല ഉപകാരമായിട്ട് തോന്നിയിട്ടാ ഈ ഒരു സ്റ്റാൻഡ് എനിക്ക്. നമുക്ക് കൗണ്ടർ ടോപ്പിന് മുകളിൽ സ്ഥലം കുറവാണ് വെച്ചെങ്കിൽ നമുക്ക് അടിയിൽ മുകളിലൊക്കെ ആയിട്ട് വെച്ചാൽ പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപകാരമാണ് ഈ ഒരു റാക്ക് കിട്ടുക സ്റ്റീലിൻ്റെ. അത് നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ മാത്രമല്ല നമ്മുടെ ഷെൽഫിൻ്റെ ഉള്ളിലും നമുക്ക് വെക്കാൻ പറ്റും. ഷെൽഫ് ചില വീടുകളിലൊക്കെ നല്ല ഹൈറ്റിലൊക്കെ ഉള്ള ഷെൽഫുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ മീത ഭാഗം വെറുതെ വേസ്റ്റായിട്ട് പോണ പോലെ തോന്നും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ അടിയിലും കുറച്ച് സാധനങ്ങൾ വെക്കാം, അതുപോലെ തന്നെ മുകളിലും വെക്കാം. അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ എടുക്കാനും എളുപ്പമായിരിക്കും. അതേപോലെ നമ്മളെ സ്പേസ് വെറുതെ പോവില്ല. ഇനി അടുത്ത ഒരു ഐറ്റം എന്ന് പറയണത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ വെജിറ്റബിൾസൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ. അത് ഞാൻ 4 എണ്ണത്തിൻ്റെ സെറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് 6 എണ്ണമായിട്ടും അങ്ങനെയൊക്കെ കിട്ടും. സാധാ പ്ലാസ്റ്റിക് പാത്രം പോലെയല്ല, ഈ നെറ്റ് ഉള്ളത് കൊണ്ട് വെജിറ്റബിൾസ് ഒന്നും തീരെ ചീഞ്ഞു പോവുക അങ്ങനെയൊന്നും ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് വെള്ളത്തിൽ സൊർക്ക വെച്ചിട്ട് ഇട്ട് വെച്ചെടുക്കണതാണ് കേട്ടോ ഈ പച്ചക്കറികളൊക്കെ. അതൊക്കെ ഇനി നമുക്ക് ഓരോ പാത്രങ്ങളിലേക്ക് ആക്കിയിട്ട് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഒരു കേടും ഇല്ലാതെ കുറേ നാളിരിക്കും കേട്ടോ അതിങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ.
സ്വതവേ നമ്മളെ സിംഗിൾ ഡോറ് ഫ്രിഡ്ജിന് അധികം സ്പേസ് ഒന്നും ഉണ്ടാവില്ല സാധനങ്ങൾ വെക്കാനായിട്ട്. എൻ്റെ ഫ്രിഡ്ജ് അങ്ങനത്തെ ഒരു ഫ്രിഡ്ജാണ് കേട്ടോ, സിംഗിളാണ്, ഡബിൾ ഡോറല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ നിറയും എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വെച്ചെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുകയാണെന്ന് വെച്ചെങ്കിൽ അധികം സ്ഥലം നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് പോവില്ല, നമുക്ക് എടുക്കാനും എളുപ്പമാണ് ഇങ്ങനെയുള്ള പാത്രത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ. പിന്നെ അത് മാത്രമല്ല തീരെ കേട് വരില്ല അതിൽ വെച്ചിട്ട് വെച്ചെങ്കിൽ. അപ്പോൾ എനിക്ക് ഈ പാത്രം നന്നായി ഇഷ്ടപ്പെട്ടു. അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ബോറോസിലിൻ്റെ ഈ ഒരു ഗ്ലാസ് കെറ്റിൽ ജഗ്ഗാണ് കേട്ടോ. ഇത് നമുക്ക് കാപ്പി ഉണ്ടാക്കാനും ചായ ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ വരണതാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക കമ്പി പോലത്തെ ഒരു സാധനം. ഇത് നമ്മളിത് ഇറക്കി വെക്കാനായിട്ടാണ് ഇത് യൂസ് ചെയ്യണത്. പിന്നെ ഈ ഒരു ജഗ്ഗിന് എന്താ പ്രത്യേകത വെച്ചെങ്കിൽ നമ്മൾ അരിപ്പൊന്നും ആവശ്യമില്ല. നമ്മളിതിൽ ചായ ഉണ്ടാക്കിയതിന് ശേഷം അരിക്കാതെ തന്നെ നമുക്ക് ഈ കപ്പിലേക്കൊക്കെ ഒഴിക്കാൻ പറ്റും. അതായത് വീണ്ടും അരിക്കേണ്ട ആവശ്യമില്ലാന്ന്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ. ചൂട് കടത്തി വിടാനും നമുക്ക് ഓവനിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഈ ഒരു ഐറ്റം എന്ന് പറയണത് നമ്മളൊരു മൈക്രോ ഫൈബറിൻ്റെ ഒരു ഹാൻഡ് ഗ്ലൗ ആണ്. ഇത് ശരിക്ക് വെഹിക്കിളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ് പറയണത്. പക്ഷെ ഞാൻ വീട്ടിൽ നമ്മുടെ വാതിലൊക്കെയും തുടയ്ക്കാനും അതേപോലെ നമ്മളെ ജനലുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തുടയ്ക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് സോപ്പും പൊടി ആക്കിയിട്ട് സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങനെ തുടയ്ക്കേണ്ട കാര്യങ്ങൾക്കും ഒക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ അത്. ഇത് നമ്മൾ കയ്യിൻ്റെ മുകളിൽ ഗ്ലൗസ് പോലെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ജനലിൻ്റെ മുകളിലുള്ള പൊടികളും അഴുക്കുകളും ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ പോന്ന് കിട്ടണതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഈ ഒരു തുണി നമുക്ക് ക്ലീനാക്കി എടുക്കാനും ഭയങ്കര എളുപ്പമാണ്. അടുത്തൊരു ഐറ്റം എന്ന് പറയണത് കോളിനാണ് കേട്ടോ. കോളി ഞാൻ വേറെ വീഡിയോസിലും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും അത് കാണിക്കണം എന്താ വെച്ചെങ്കിൽ അത്രയ്ക്ക് അടിപൊളി സാധനമാണ് കേട്ടോ ഈ കോളി എന്ന് പറയണത്. ഗ്യാസ് സ്റ്റോപ്പ് വൃത്തിയാക്കാൻ അതേപോലെ തന്നെ നമുക്ക് ചില്ലുകളായിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങണ ഒരു സംഭവമാണ് കേട്ടോ ഈ കോളി എന്ന് പറയണത്. ഞാനത് വീണ്ടും വീണ്ടും പറയണതിൻ്റെ കാരണം അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. കണ്ണാടി ചില്ലുകളൊക്കെ നമ്മൾ ഈ കോളിൻ്റെ സ്പ്രേ അടിച്ചിട്ട് തുടച്ച് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ നല്ല ക്ലീനായിട്ടിരിക്കും. പിന്നെ അത് മാത്രമല്ല നമ്മളെ സ്വിച്ച് ബോർഡുകളൊക്കെ ഉണ്ടല്ലോ, സ്വിച്ച് ബോർഡൊക്കെ നന്നായി അഴുക്ക് പിടിച്ചിട്ടുള്ള സ്വിച്ച് ബോർഡ്, അതുപോലെ സ്വിച്ച് ബോർഡിൻ്റെ സൈഡിൽ നമുക്ക് അഴുക്കുകൾ, ഇതിപ്പോൾ ഞങ്ങളുടെ ബാത്റൂമിൻ്റെ സൈഡിലുള്ള ഒരു സ്വിച്ച് ബോർഡാണ് കേട്ടോ. സ്വിച്ച് ബോർഡുമ്പോൾ മാത്രമല്ല സ്വിച്ച് ബോർഡിൻ്റെ സൈഡിൽ കണ്ടില്ലേ നിങ്ങൾ ആകെ ചളി പിടിച്ചിട്ട് അത് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുമ്പോൾ നനവും അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കണം. അവിടെ നന്നായി അഴുക്കുണ്ടായിരുന്നു. ആ അഴുക്ക് നമ്മുടെ കോളി വെച്ച് തുടച്ചപ്പോൾ പെട്ടെന്ന് പോയിട്ടാ. ഡൈനിങ് ടേബിൾ ചില്ലിൻ്റെ തുടയ്ക്കാനും ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.